റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായുള്ള ശബരിമല കർമ്മസമിതിയുടെ അയ്യപ്പ സംഗമത്തിലേക്ക് ബി.ജെ.പി. ദേശീയ നേതാക്കളെ എത്തിക്കാൻ നീക്കം. ആഭ്യന്തരമന്ത്രി അമിത് ഷായെയോ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയോ പങ്കെടുപ്പിക്കാനാണ് നീക്കം. പരിപാടി ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന സംഗമമാക്കാനാണ് നീക്കം. വി.എസ്. രഞ്ജിത്തും റോഷിപാലും പ്രവീൺ പുരുഷോത്തമനും നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ആദ്യം വി.എസ്. രഞ്ജിത്തിലേക്ക്. വി.എസ്. രഞ്ജിത്ത്, ശബരിമല കർമ്മ സമിതി കൂടി ഈ സംഗമത്തിന്റെ ഭാഗമായി പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ദേശീയ തലത്തിൽ തന്നെ ഇത് ചർച്ചാ വിഷയമാക്കി മാറ്റുക, അതോടൊപ്പം തന്നെ CPIM-ന്റെ ഇടത് സർക്കാരിന്റെ നിലപാട് മാറ്റമടക്കം ചർച്ചയാക്കുക എന്ന വലിയ ലക്ഷ്യം കൂടി ഈ ബദൽ സംഗമത്തിന് ഇപ്പോൾ വന്നു ചേരുകയാണ്. ശബരിമല കർമ്മസമിതി നമുക്കറിയാം, സംഘപരിവാർ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭകാലത്ത് സംഘപരിവാർ ഹിന്ദു സംഘടനകളെ മുഴുവൻ ഒന്നിച്ചു ചേർത്തുകൊണ്ടുണ്ടാക്കിയ ഒരു കോമൺ പ്ലാറ്റ്ഫോം ആയിരുന്നു ശബരിമല കർമ്മസമിതി. ആ ശബരിമല കർമ്മസമിതി പൊടി തട്ടിയെടുത്ത് വീണ്ടും ഒരു വിശ്വാസ സംഗമത്തിനാണ് സംഘപരിവാർ ഇപ്പോൾ നേതൃത്വം നൽകാൻ പോകുന്നത്. സെപ്റ്റംബർ 22-ാം തീയതി പന്തളത്ത് നടക്കാൻ പോകുന്നത് ആ വിശ്വാസ സംഗമം, അയ്യപ്പ വിശ്വാസികളെ മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ആ സംഗമം ഒരു ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന വലിയ സമ്മേളനമായി മാറ്റാൻ, ആ സമ്മേളനത്തിന്റെ പ്രാധാന്യം കുറച്ചുകൂടി വർദ്ധിപ്പിക്കുവാൻ, അതിൽ ദേശീയ നേതാക്കളെ തന്നെ കളത്തിലിറക്കുക എന്നുള്ളതാണ് ശബരിമല കർമ്മസമിതി ആഗ്രഹിക്കുന്നത്. അതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതുപോലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മുതലായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ദേശീയ വ്യക്തിത്വങ്ങളെ തന്നെ കൊണ്ടുവരിക എന്നുള്ളതാണ് BJP ആഗ്രഹിക്കുന്നത്. അതോടുകൂടി ഈ ഒരു പരിപാടി സർക്കാർ സംഘടിപ്പിക്കുന്ന അയ്യപ്പ സംഗമത്തിന് ബദലാവുകയും അതിനേക്കാൾ കൂടുതൽ രാജ്യാന്തര രംഗത്ത് പോലും ശ്രദ്ധയാകർഷിക്കുന്ന ഒരു പരിപാടിയായി സർക്കാരിന്റെ അയ്യപ്പ സംഗമത്തിന് കൃത്യമായൊരു മറുപടിയായി മാറും എന്നാണ് BJP ശബരിമല കർമ്മസമിതി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഈ സംഗമത്തിൽ ഇപ്പോൾ പന്തളം കൊട്ടാരത്തിന്റെയും NSSന്റെയും അതുപോലെ തന്നെ SNDP തുടങ്ങിയ സാമുദായിക സംഘടനകളുടെ മുഴുവൻ പ്രതിനിധികളെയും അതോടൊപ്പം തന്നെ മുഴുവൻ അയ്യപ്പ വിശ്വാസികളെയും കർമ്മസമിതി പറയുന്നത് BJP ആവണമെന്നോ BJP പ്രവർത്തകരാവണമെന്നോ നേതാക്കളാവണമെന്നോ അല്ല. അതിന് പുറത്ത് കോൺഗ്രസിലോ CPM-ലോ ഏത് പാർട്ടിയിലാണെങ്കിലും അയ്യപ്പ വിശ്വാസിയാണെങ്കിൽ ഈ സംഗമത്തിൽ പങ്കെടുക്കാമെന്നുള്ള ഒരു ബാനർ അല്ലെങ്കിൽ ഒരു ടാഗ് ലൈനോട് കൂടിയാണ് ഈ പരിപാടി അവർ സംഘടിപ്പിക്കുകയും ചെയ്യുന്നത്. സുജയ. ഓക്കെ, വി.എസ്. രഞ്ജിത്ത്, റോഷിപാൽ നമുക്കൊപ്പം ഉണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി ദേവസ്വം ബോർഡ് ഇന്ന് യോഗം ചേരുകയാണ്. ദേവസ്വം മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. സംഗമത്തോട് ഇടഞ്ഞു നിൽക്കുന്നവരെ അനുനയിപ്പിക്കാനുള്ള ബോർഡിന്റെ ശ്രമങ്ങൾ വകുപ്പ് മന്ത്രിയെ അറിയിക്കും. ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി ഹിന്ദു ഐക്യവേദി പന്തളത്ത് സംഘടിപ്പിക്കുന്ന ഭക്തസംഗമം തിരിച്ചടിയാകില്ല എന്ന കണക്കുകൂട്ടലിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. റോഷിപാൽ, ഇപ്പോൾ 2 സംഗമങ്ങൾ നടക്കുകയാണ് 2 ദിവസത്തെ ഇടവേളയിൽ. ദേവസ്വം ബോർഡാണ് ഈ പരിപാടി നടത്തുന്നതെന്ന് കോടതിയെ കൂടി ബോധ്യപ്പെടുത്തിയ സാഹചര്യത്തിൽ കോടതി കൂടി കാണുന്നുണ്ട് എന്ന ഒരു ടെൻഷൻ കൂടി ഇപ്പോൾ വന്നു ചേരുന്നുണ്ടോ സർക്കാരിനും ഒപ്പം തന്നെ ദേവസ്വം ബോർഡിനും? ദേവസ്വം ബോർഡിന്റെ യോഗം എപ്പോഴാണ്? എങ്ങനെയാണ് നടത്തിപ്പ് സംബന്ധിച്ചുള്ള ആലോചനകൾ? സുജയ പാർവതി, ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട BJP-യും കോൺഗ്രസും അടക്കം ശക്തമായ എതിർപ്പുമായി വിമർശനവുമായി രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് ഇന്ന് മന്ത്രി VN വാസുവിന്റെ നേതൃത്വത്തിൽ ഈ പരിപാടിയുടെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഏതായാലും ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്ന പല സംഘടനകളുണ്ട്, അവരെയൊക്കെ ചേർത്ത് നിർത്താനുള്ള ശ്രമമുണ്ടാകും. പ്രത്യേകിച്ച് സമുദായ സംഘടനകളുടെ നേതാക്കളെയൊക്കെ പരിപാടിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കും. കാരണം രാഷ്ട്രീയ നേതാക്കൾ എത്തിയില്ലെങ്കിൽ പോലും സാമുദായിക സംഘടനാ നേതാക്കളെ ആഗോള അയ്യപ്പ സംഗമത്തിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ അത് വിജയമായി തന്നെ കണക്കുകൂട്ടേണ്ടി വരും. ഏതാണ്ട് വിദേശ രാജ്യങ്ങളിൽ നടക്കമുള്ള പ്രതിനിധികൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കമുള്ള അയ്യപ്പ വിശ്വാസികൾ പ്രതിനിധികളായി എത്തുന്ന ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി അതാണ് ദേവസ്വം ബോർഡ് ഒരുക്കുന്നത്. ആ പരിപാടിയുമായി ബന്ധപ്പെട്ട വളരെ വിശദമായ ചർച്ചകൾ നടക്കും. അതിനപ്പുറത്തേക്ക് പുറത്ത് രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾ തുടരുന്നുണ്ട്. അത് പ്രതിപക്ഷ നേതാവും ഇപ്പോൾ അല്പസമയം മുമ്പ് മന്ത്രി അടക്കം പ്രതിപക്ഷ നേതാവിന്റെ വാദം ഖണ്ഡിച്ചുകൊണ്ട് ഇപ്പോൾ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് നേരത്തെ പറഞ്ഞത് ഒരു കാരണവശാലും തന്റെ അനുമതിയോ തന്നെ അറിയിക്കാതെയോ എത്തി തന്നെ ക്ഷണിച്ചെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തി. പിന്നീട് പുറത്തിറങ്ങി താൻ കണ്ടില്ല, താൻ അനുവാദം കൊടുത്തില്ല കൂടിക്കാഴ്ചയ്ക്ക് എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ദേവസ്വം ബോർഡ് ചെയർമാൻ പറഞ്ഞു എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ടായിരുന്നു. അതിനു പുറമെ ഇതിന്റെ ഉപരക്ഷാധികാരിയെ ഉൾപ്പെടുത്തുമ്പോൾ തന്നെ അത് തന്നെ അറിയിച്ചില്ല എന്നടക്കമുള്ള വിമർശനങ്ങൾ. ഇതിൽ പ്രതിപക്ഷം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് ഇത് രാഷ്ട്രീയ കാപട്യമെന്നും ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള പരിപാടിയാണ്, അല്ലാതെ 10 വർഷം എന്തുകൊണ്ട് സർക്കാർ ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചില്ല. മാത്രവുമല്ല, നേരത്തെ 2019 ശബരിമലയിലേക്കുള്ള യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട അന്ന് സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ കൊടുത്തത് ഇതുവരെ പിൻവലിച്ചിട്ടില്ല. അന്നത്തെ സമരത്തിലെ പങ്കെടുത്ത ആളുകൾക്കെതിരെയുള്ള കേസുകൾ പിൻവലിച്ചിട്ടില്ല. ഈ 2 ചോദ്യങ്ങൾ പ്രതിപക്ഷം ഉയർത്തിയപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിയും വകുപ്പ് മന്ത്രിയും മൗനം തുടരുകയാണ്. ഈ കാര്യങ്ങളിൽ എന്തുകൊണ്ട് ഉത്തരം പറയുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഏതായാലും
അടുത്ത ദിവസങ്ങളിലൊക്കെ ഏറ്റവും സജീവ ചർച്ചയായി കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നത് ഈ അയ്യപ്പ സംഗമം തന്നെയാണ്. പക്ഷേ ഈ എതിർപ്പുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതിന് പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഈ ആഗോള അയ്യപ്പ സംഗമം ഏറ്റവും നല്ല രീതിയിൽ നടത്താനുള്ള തയ്യാറെടുപ്പും അതിൻ്റെ ഒരുക്കങ്ങളുമാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതിന് സർക്കാരിന്റെ ഭാഗത്ത് എല്ലാ പിന്തുണയും നൽകുന്നുമുണ്ട്.